രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത്. 2025-ൽ ആര് അധികാരത്തിലെത്തും എന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് ഭരിച്ച ഭരണസമിതിയിലേക്കൊരു തിരിഞ്ഞുനോട്ടമാകാം. വാർഡ് വിഭജനം പൂർത്തിയായതോടെ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളുടെ എണ്ണം 16-ൽ നിന്ന് 18-ആയി ഉയർന്നു. ആമ്പലൂർ സൗത്ത്, കാഞ്ഞിരമറ്റം സൗത്ത് എന്നിവയാണ് പുതിയതായി രൂപം കൊണ്ട വാർഡുകൾ. 9 വാർഡുകൾ വനിതാ സംവരണമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി പട്ടികവർഗ സംവരണമായ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 7-ാം വാർഡാണ്. 1, 3, 4, 5, 6, 13, 14, 15 തുടങ്ങിയ വാർഡുകളാണ് വനിതാ സംവരണം. പുനർനിർണയം പൂർത്തിയായതോടെ വാർഡുകളുടെ ഘടനയും അതിരുകൾക്കും ഗണ്യമായ മാറ്റം വന്നതിൽ ഫലപ്രവചനം അസാധ്യമായ മത്സരമാണ് ഇത്തവണ അരങ്ങേറുക. പുനർനിർണയം പൂർത്തിയായതോടെ വാർഡുകളുടെ ഘടനയും അതിരുകൾക്കും ഗണ്യമായ മാറ്റം വന്നതിൽ ഫലപ്രവചനം അസാധ്യമായ മത്സരമാണ് ഇത്തവണ അരങ്ങേറുക. 1-ാം വാർഡായ അക്കപ്പാനത്ത് UDF-നായിരുന്നു വിജയം. കോൺഗ്രസിലെ AN ശശികുമാർ 97 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ 526 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. LDF ഇവിടെ 429 വോട്ടും BJP 45 വോട്ടുകളും നേടിയിരുന്നു. 2-ാം വാർഡായ ആമ്പലൂർ ഈസ്റ്റിലും UDF-നായിരുന്നു വിജയം. 197 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തോടെ 676 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥിക്ക് 479 വോട്ടുകൾ, BJP സ്ഥാനാർത്ഥിക്ക് 39 വോട്ടുകളും ലഭിച്ചു. 3-ാം വാർഡായ ആമ്പലൂർ വെസ്റ്റിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത്. 92 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 522 വോട്ടുകൾ ലഭിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് 430 വോട്ടുകളും BJP സ്ഥാനാർത്ഥി 85 വോട്ടുകളും നേടി. 4-ാം വാർഡായ ആമ്പലൂർ CPIM 29 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും 393 വോട്ടുകൾ നേടുകയും ചെയ്തു. UDF-ന് 377 വോട്ടുകളും BJP 85-ഉം സ്വതന്ത്രൻ 247 വോട്ടുകളും നേടി. 5-ാം വാർഡായ അരയങ്കാവിലെ UDF 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയക്കൊടി പാറിച്ചത്. 561 വോട്ടും UDF-ന് ലഭിച്ചപ്പോൾ ഇവിടെ LDF-ന് 516-ഉം BJP-ക്ക് 51 വോട്ടുകളും ലഭിച്ചു. 6-ാം വാർഡായ കാഞ്ഞിരമറ്റത്തും UDF വിജയിച്ചിരുന്നു. 221 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചത്. UDF-ന് 584 വോട്ടും LDF-ന് 363 വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 74 വോട്ടുകളും ലഭിച്ചു. 7-ാം വാർഡായ കാഞ്ഞിരമറ്റം സെന്ററിൽ UDF-ന് 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്നു. 371 വോട്ടുകൾ UDF-നും 268 വോട്ടുകൾ LDF-നും BJP സ്ഥാനാർത്ഥി 318 വോട്ടുകളും നേടി. SDPI സ്ഥാനാർത്ഥി 328 വോട്ടുകളും ഈ വാർഡിൽ നേടി. 8-ാം വാർഡായ കാഞ്ഞിരമറ്റം വെസ്റ്റിൽ UDF-ന് 101 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. UDF-ന് 354-ഉം സ്വതന്ത്ര സ്ഥാനാർത്ഥി 204-ഉം 253 വോട്ടുകളും വീതം പങ്കുവച്ചു. 9-ാം വാർഡായ കീച്ചേരിയിൽ LDF-ലായിരുന്നു വിജയം. 248 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 628 വോട്ടുകൾ LDF-ന് നേടിയപ്പോൾ UDF-ന് 380 വോട്ടുകളും BJP-ക്ക് 58 വോട്ടുകളും ലഭിച്ചു. 10-ാം വാർഡായ കുലേറ്റിക്കരയിൽ UDF-ന് 64 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 493 വോട്ടുകൾ ഇവിടെ UDF-ന് നേടി. LDF 429 വോട്ടുകളും നേടി. 11-ാം വാർഡായ കുലേറ്റുകര നോർത്ത് LDF-ൽ 151 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 445 വോട്ടുകൾ LDF-നും 211 വോട്ടുകൾ UDF-നും BJP 105 വോട്ടുകൾ നേടിയപ്പോൾ സ്വതന്ത്രൻ 344 വോട്ടുകൾ കരസ്ഥമാക്കി. 12-ാം വാർഡായ മാമ്പുഴയിൽ UDF-ന് 443 വോട്ടുകൾക്ക് വിജയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ 166 വോട്ടുകളും BJP-ക്ക് 253 വോട്ടുകളും ലഭിച്ചു. 13-ാം വാർഡായ പ്ലാപ്പിള്ളിയിൽ UDF-ന് 77 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. 558 വോട്ടുകൾ UDF-നും 481 വോട്ടുകൾ LDF-നും 182 വോട്ടുകൾ BJP-ക്ക് ലഭിച്ചു. 14-ാം വാർഡായ പുതുവശ്ശേരിയിൽ UDF വിജയിച്ചു. 270 വോട്ടുകളുടെ ഭൂരിപക്ഷവും 555 വോട്ടുകളും നേടിയിരുന്നു. LDF-ന് 285-ഉം BJP-ക്ക് 30 വോട്ടുകൾ ലഭിച്ചു. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 282-ഉം 18 വോട്ടുകളും വീതം ഇവിടെ സ്വന്തമാക്കിയിരുന്നു. 15-ാം വാർഡ് തോട്ടറയിൽ UDF വിജയിച്ചു. 106 വോട്ടുകൾക്കായിരുന്നു വിജയം. UDF ആകെ 551 വോട്ടുകൾ നേടിയപ്പോൾ LDF 453 വോട്ടുകളും നേടി. 16-ാം വാർഡായ തോട്ടറ ഈസ്റ്റിൽ UDF 32 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ആകെ 450 വോട്ടുകൾ നേടി. LDF-ന് ഇവിടെ 418 വോട്ടുകൾ ലഭിച്ചിരുന്നു. സ്വതന്ത്രന് ഇവിടെ 165 വോട്ടുകളും നേടുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രചരണം സജീവമാക്കുകയാണ് മുന്നണികൾ. പൊടിപാറുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ ആമ്പലൂർ ആര് പിടിച്ചെടുക്കും എന്ന് കാത്തിരുന്ന് കാണാം.